അമേരിക്ക ഇസ്രായേൽ സംയുക്താക്രമണവും ഇറാന്റെ തിരിച്ചടിയും സൃഷ്ടിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ വൻ യുദ്ധസന്നാഹ സാഹചര്യം. ഗൾഫ് രാജ്യങ്ങളെയും ഇത് സാരമായി ബാധിക്കുന്നു. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തിരിച്ചടിയിൽ UAE തലസ്ഥാനമായ അബുദാബിയിൽ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങളിൽ വീണ് അപകടമെന്നാണ് പ്രാഥമിക വിവരം. കൊല്ലപ്പെട്ടത് ഏഷ്യൻ വംശജരാണെന്നും റിപ്പോർട്ടുകൾ. ഇസ്രായേലിനും ബഹ്റിനും ഖത്തറിനും സൗദിക്കും കുവൈറ്റിനും പിന്നാലെ UAEയിലും ആക്രമണമുണ്ടായതോടെ മേഖലയിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായിരിക്കുകയാണ്. UAE രാജ്യത്തുടനീളം കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിലച്ച അവസ്ഥയിലാണ്. ബഹ്റിനിലെ US 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിനു നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ബഹ്റിനിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും അപായ സൈറണുകൾ മുഴങ്ങിയതായും പ്രവാസികളടക്കം സ്ഥിരീകരിക്കുന്നു. ബഹ്റിൻ മേഖലയിലെ എല്ലാ US ഇസ്രായേൽ സൈനിക ആസ്ഥാനങ്ങളും തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേരത്തെ തന്നെ ഈ കാര്യം ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന് പിന്നാലെ അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും യുദ്ധം വ്യാപിക്കുന്നത് പശ്ചിമേഷ്യയെ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് മാറ്റുമെന്ന കാര്യം ഉറപ്പാണ്. മുൻകാലങ്ങളിലേതുപോലെ കൂട്ടത്തോടെയുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ഇറാന്റെ തിരിച്ചടി ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് ഇസ്രായേൽ രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ തുടക്കത്തിലെ പ്രഖ്യാപിച്ചു. ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണം അതിശക്തമാവുകയാണെങ്കിൽ യുദ്ധം സമാനതകളില്ലാത്ത വിധം കൈവിട്ടു പോയേക്കാം. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻസ്, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. ജ്വല്ലറി ദാറ്റ് ടെൽസ് യുവർ സ്റ്റോറി. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.